ഹലോ എവരിവൺ, ടെസ്ല അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേരള ബാങ്കിന്റെ ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു അല്ലെ, PSC ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സാമിന് പഠിക്കേണ്ട പാറ്റേണിനെ കുറിച്ചൊക്കെ ചെറിയൊരു അവലോകനം തരാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുക്കാത്തവര്, കേരള ബാങ്കിന്റെ കൺഫർമേഷൻ കൊടുക്കാത്തവര് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓഗസ്റ്റ് 12-ാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അവസാനം വരെ വെക്കരുത്. കാരണം എല്ലാവരുടെ ഒരു തിയറിയാണത്, അവസാനത്തേക്കും എല്ലാം മാറ്റി വെക്കുന്ന ഒരു പ്രകൃതം. അപ്പൊ അങ്ങനെ വെക്കരുത്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ചെയ്യാത്തവര് ഓൾറെഡി ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അവസാനം വിട്ടുപോകാതെ ഇരിക്കരുത്. കാരണം നല്ലൊരു അവസരമാണ്. നമ്മളെല്ലാവരും കുറെ കാലങ്ങളായിട്ട് കാത്തിരുന്നതാണ് അല്ലെ, ഒരു JC എക്സാം, അതുപോലെ തന്നെ കേരള ബാങ്ക്, ഇതെല്ലാം കുറെ കാലങ്ങളായി നമ്മൾ കാത്തിരുന്ന എക്സാമുകളാണ്. അപ്പൊ ഇനി മാറ്റി വെക്കരുത്. കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ ഡേറ്റ് വന്നു അല്ലെ, എപ്പോഴാണ്? ഒക്ടോബർ 23-നാണ് എക്സാം നടക്കുന്നത്. കേരള ബാങ്കിന്റെ എക്സാം നടക്കുന്നത് ഒക്ടോബർ 23-നാണ്. നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് അടുത്ത് തന്നെ, 3 മാസം ഇല്ല, ഒരു 2.5 മാസം തന്നെയാണ് നമുക്ക് മുന്നിൽ സമയം ഉള്ളത്. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സിലബസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ JCയുടെ സെയിം സിലബസ് തന്നെയാണ് അല്ലെ, JC എക്സാമിന്റെ സെയിം സിലബസ് തന്നെയാണ് കേരള ബാങ്കിന് വന്നിരിക്കുന്നത്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സിലബസ് തന്നെയാണ് കേരള ബാങ്കിന് ഉള്ളത്. അപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് JCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ചധികം പേരുണ്ട്. അപ്പൊ അവർക്ക് JC എക്സാം ക്രാക്ക് ചെയ്യുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു 1.5 മാസം ഗ്യാപ്പിൽ തന്നെ എന്ത് വരുന്നുണ്ട്, കേരള ബാങ്ക് വരുന്നുണ്ട്. അപ്പൊ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ എക്സാം എഴുതി അതിന്റെ പോരായ്മകളൊക്കെ ഓവർകം ചെയ്യാൻ എന്ത് പറ്റും, നമുക്ക് കേരള ബാങ്കിലൂടെ സാധിക്കും. ആ ഒരു തെറ്റുകളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു മാർക്കിലോട്ട് എത്താൻ കേരള ബാങ്കിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പൊ ഞാനിവിടെ സിലബസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. JCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓൾറെഡി സിലബസ് ഒക്കെ അറിയുന്നതായിരിക്കും. JC എക്സാം സെപ്റ്റംബർ 5-ാം തീയതിയാണ് അല്ലെ വരുന്ന. സെപ്റ്റംബർ 5-നാണ് JC വരുന്നത്. അതിന് മുന്നോട്ട് CSEB ക്ലർക്ക് ഉണ്ട് അല്ലെ, ക്ലർക്ക് ഓഗസ്റ്റ് 25-നാണ്. അപ്പൊ ഒരു കണ്ടിന്യൂസ്ലി ഓരോ മാസങ്ങളിലും 3 എക്സാം വരികയാണ്. ഓഗസ്റ്റ് 25-ന് CSEB ക്ലർക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെപ്റ്റംബർ 5-ന് JC വരുന്നുണ്ട്. പിന്നെ ഒക്ടോബർ 23-ന് കേരള ബാങ്ക് വരുന്നുണ്ട് അല്ലെ. 3 എക്സാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്തായാലും ഈ 3-ൽ ഏതെങ്കിലും ഒരു എക്സാമിന് കയറാൻ വേണ്ടി പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെ, എന്തായാലും ഉറപ്പാണ്. കാരണം പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടേ ഇരിക്കണം. കേരള ബാങ്ക് കഴിയുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. ഹയർ ലെവലിലോട്ട് തന്നെ പഠിക്കണം. ഒരു PSCനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും ചോദിക്കാൻ ചാൻസ്. പിന്നെ ഓൾറെഡി അവർ സിലബസ് തന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് സിലബസ് എന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ, കാറ്റഗറി നമ്പർ, കേരള ബാങ്കിന്റെ കാറ്റഗറി നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ടോട്ടൽ മാർക്ക് 100 മാർക്കാണ് വരുന്നത്. അതിലിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത് അല്ലെ. പാർട്ട് 1 കോപ്പറേഷൻ 50 മാർക്കിനും, പിന്നെ അതുപോലെ തന്നെ പാർട്ട് 2 ബാങ്കിങ് 40 മാർക്കും, പിന്നെ ലാസ്റ്റ് വരുന്ന ഏതാണ്, ലാസ്റ്റ് വരുന്നത് IT ആൻഡ് സൈബറിലോ പാർട്ട് 3 10 മാർക്കാണ്. അങ്ങനെ 50, 40, 10 എന്നുള്ളൊരു 3 പാറ്റേൺ, 3 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു 100 മാർക്കിന്റെ എക്സാം വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഏതാണ്, ഫസ്റ്റ് വരുന്നത് പാർട്ട് 1 കോപ്പറേഷൻ ആണ്. 50 മാർക്കാണ് വരുന്നത്. ഈ ഒരു കോപ്പറേഷൻ തന്നെയാണ് കോപ്പറേറ്റീവ് ലോ അല്ലെ, ഓഡിറ്റും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഒക്കെ വരുന്ന ലോയുടെ ഭാഗങ്ങളും വരുന്നത് ഈ ഒരു കോപ്പറേഷനിൽ തന്നെയാണ്. അപ്പൊ ലോയും കൂടി എന്താണ്, ഈ ഒരു കോപ്പറേഷന്റെ ഈ ഒരു ഭാഗത്ത് ഇൻക്ലൂഡഡ് ആണ്. വരുന്ന ടോപ്പിക്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. കേരളത്തിൽ ഇന്ത്യയിലും ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് വരുന്നുണ്ട്. മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് അല്ലെ. നമ്മുടെ നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സബ് ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ 5-ാമത് വരുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ലോയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് 6-ാമത് ടോപ്പിക് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, സോഴ്സ് ഓഫ് ഫണ്ട്സ്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. കേരളത്തിൽ ഇന്ത്യയിലും കോപ്പറേറ്റീവ് ലെജിസ്ലേഷനെ കുറിച്ചാണ് 9-ാമത്തെ സബ് ടോപ്പിക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ വ്യത്യസ്തമായിട്ടുള്ള മാർക്കുകൾ അതിന് അസൈൻ ചെയ്തിട്ടുണ്ട്. 6 മാർക്ക്, 5 മാർക്ക്, 4 മാർക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ എല്ലാത്തിനെയും അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോപ്പറേഷൻ ഒന്ന് നല്ല രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് പറ്റും, സാധിക്കാവുന്ന നല്ലൊരു ടോപ്പിക്കുകൾ തന്നെയാണ്.
ഇതെല്ലാം ഇതിൽ തന്നെയാണ് ലോ ഇൻക്ലൂഡഡ് ആണ്. ലോയിൽ എന്ത് പറയുന്നുണ്ട്, അമെന്റ്മെന്റിന്റെ ഭാഗം കൂടി നമ്മൾ എന്തായാലും പഠിച്ചിട്ടേ പോയേ പറ്റൂ. കാരണം അമെന്റ്മെന്റ് വരുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പൊ അമെന്റ്മെന്റ് പോർഷൻ കൂടി എന്ത് ചെയ്യുക, ലോ പഠിക്കുമ്പോൾ ചേർത്തി പഠിക്കുക. പിന്നെ പഴയതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ രജിസ്ട്രേഷന്റെ ഡേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ലിക്വിഡേഷന്റെ ടൈം പീരീഡ് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അതേപോലെയുള്ള കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. ഇനി നമുക്ക് നോക്കാം പാർട്ട് 2 ബാങ്കിങ്ങിൽ വരുന്നത് 40 മാർക്കാണ്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, സെൻട്രൽ ബാങ്കിങ് വരുന്നുണ്ട്, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ റിബലൈസേഷൻ പീരീഡും അതുപോലെ തന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് റിബലൈസേഷൻ അല്ലെ ലിബറലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. പിന്നെ 6th സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ആണ്. പ്രാക്ടീസ് ഓഫ് ബാങ്കിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ് 6th ആയിട്ട് സബ് ടോപ്പിക് ആയിട്ട് വരുന്നത്. പിന്നെ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് NA ആക്ടിനെ കുറിച്ച് അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചും സിലബസിൽ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് ഒരു ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, അതുപോലെ തന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്. ഇതൊക്കെയാണ് ബാങ്കിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സോഴ്സ് ഒക്കെ നമുക്കുണ്ട്, ഏത് വേണമെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ബാങ്കിങ് ഒക്കെ ഭാഗത്തുനിന്ന് അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് എപ്പോഴും കൂടുതലാണ്. കാരണം ബാങ്കിങ് ശൃംഖല അത്രയും വളർന്ന് കിടക്കല്ലേ. അപ്പൊ ഏത് വേണമെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ബാങ്കിങ് പഠിച്ചെടുക്കണം. കോർപ്പറേഷൻ പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പൊ CSE പഠിക്കുന്നവർക്കൊക്കെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബാങ്കിങ് കുറച്ചധികം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി പാർട്ട് 3 വരുന്നത് IT ആൻഡ് സൈബർ ലോ ആണ്. 10 മാർക്കാണ്. എപ്പോഴും സാധാരണ PSCയുടെ ഒരു ട്രെൻഡ് ആണ് അല്ലെ, IT ആൻഡ് സൈബർ ലോ. അതിൽ വരുന്നത് ഹാർഡ്വെയർ ഉണ്ട്. ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ചോദിക്കുന്നുണ്ട്, മെമ്മറി ഡിവൈസ്, പിന്നെ അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, ഫങ്ഷൻസ്, എക്സാമ്പിൾസ്, പിന്നെ ലാന് വാന്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ പെടുന്ന ലാന് വാന്, പിന്നെ എന്താണ് ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ്, സൈബർ ലോയിൽ വരുന്നത് കേട്ടോ, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ആണ്. അതിൽ ടൈപ്സ് ഓഫ് ക്രൈംസ്, പിന്നെ അതുപോലെ തന്നെ IT ആക്ട്, അതർ ലോസ്. അപ്പൊ ഇങ്ങനെയാണ് കേരള ബാങ്കിന്റെ ITന്റെ ഭാഗത്തു നിന്ന് അവര് തന്നിരിക്കുന്ന സിലബസ്. അപ്പൊ കുഴപ്പമില്ല, ഇനിയും നമുക്ക് ഒട്ടും വൈകിട്ടൊന്നുമില്ല. ഏറെക്കുറെ ബേസ് ഒക്കെ ഉള്ള ഒരാൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ എന്തായാലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കേരള ബാങ്കിനെ കുറിച്ചോ ഇൻസ്പെക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ CSEB ജൂനിയർ ക്ലർക്കിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെസ്ല അക്കാഡമി ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ആ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം താഴെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോഴ്സുകൾ, ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ എല്ലാ തരത്തിലും കൊടുക്കുന്നുണ്ട്. കോഴ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴേക്കാണ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തായാലും ഈ ഒരു വർഷം നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ. ഈ ഒരു എക്സാമുകളെല്ലാം നമുക്ക് വേണ്ടി ഉള്ളതാണ്. മാക്സിമം പഠിക്കുക, ട്രൈ ചെയ്യുക, എന്തായാലും ജോലി കിട്ടും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്